റഹീസ് റഷീദ് കൂടി ചേരുന്നുണ്ട്. റഹീസ് റഷീദ്, വെരി ഗുഡ് മോർണിംഗ് റഹീസ്. CPM കൂടുതൽ പ്രതിരോധത്തിലാകുമോ? ഇതിനിടയിൽ മുതലക്കുളത്തൊരു വിശദീകരണ യോഗം സംഘടിപ്പിച്ചിട്ടുണ്ട്. പാർട്ടി സെക്രട്ടറി തന്നെ വന്ന കാര്യങ്ങൾ വിശദീകരിക്കാൻ പോകുന്നു. ഇതിൽ എൻ്റെ കൈകൾ ശുദ്ധമാണ് എന്ന് പിണറായി വിജയൻ പറയുകയും ഇപ്പോൾ EDയുടെ പ്രസ് റിലീസിൽ തന്നെ മകൾ വീണ ടി വിദേശത്തേക്ക് 85 ലക്ഷം രൂപ അയച്ചു എന്നതടക്കമുള്ള ചില വിവരങ്ങൾ ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. 3.49 lakh AED ഈക്വലന്റ് ടു അബൌട്ട് 85 lakh. 85 ലക്ഷം രൂപയ്ക്ക് സമാനമായ കറൻസി ദുബായിലേക്ക് അയച്ചു എന്ന് ED തന്നെ ഇപ്പോൾ പ്രസ് റിലീസിൽ പറയുന്നുണ്ട്. ഫെമ കേസ് രജിസ്റ്റർ ചെയ്യാൻ പോകുന്നു. റിയാസിന്റെ തെരഞ്ഞെടുപ്പ് ഫണ്ടുകളിലേക്കും അന്വേഷണം വരുന്നു. ചുരുക്കത്തിൽ ഇതിനെ രാഷ്ട്രീയമായി തന്നെ നേരിടുമെന്ന് റിയാസ് പറഞ്ഞ അതേ നിലപാടിൽ തന്നെയാണോ ഈ ഘട്ടത്തിലും CPM ഉള്ളത്? പക്ഷേ അപ്പോഴും റിയാസുമായി ബന്ധപ്പെട്ട സുഹൃത്തുക്കളിലേക്ക് അന്വേഷണം നീങ്ങിയത്, പാർട്ടി ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗത്തിനെതിരെയുള്ള EDയുടെ നീക്കം, ഇതിനും അപ്പുറത്തേക്ക് വീണ ടിക്കെതിരെ ഫെമ കേസിൽ ഒരു അന്വേഷണം വന്നാൽ CPM പ്രതിരോധിക്കാൻ സാധ്യതയുണ്ടോ? ഗുഡ് മോർണിംഗ് അരുൺകുമാർ. രാഷ്ട്രീയ പ്രതിരോധം ഉണ്ടാകും എന്ന് തന്നെയാണ് CPIM നേതാക്കൾ പറയുന്നത്. ഇന്നലെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ വാർത്താക്കുറിപ്പ് പുറത്തു വന്നതിന് പിന്നാലെ മുതിർന്ന നേതാക്കൾ തമ്മിൽ ആശയവിനിമയം നടത്തിയിരുന്നു. നേരത്തെ മുൻ മുഖ്യമന്ത്രിയായ പിണറായി വിജയനെ ലക്ഷ്യമിട്ടാണ് മകൾ ടി വീണയ്ക്കെതിരെ ED നീങ്ങുന്നത് എന്ന നിലപാടിലായിരുന്നു CPIM ഉള്ളത്. ഇന്നലെ നേതാക്കളോട് സംസാരിക്കുമ്പോൾ, ഇന്നലെ മാത്രമല്ല കഴിഞ്ഞ റെയ്ഡിന് മുമ്പുള്ള ദിവസങ്ങളിൽ നേതാക്കളോട് സംസാരിക്കുമ്പോഴും പിണറായി വിജയൻ എന്നതിനപ്പുറം CPIMന്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗമായ PA മുഹമ്മദ് റിയാസിനെ കൂടി ടി വീണയിലൂടെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഉന്നമിടുന്നു എന്നതാണ് പാർട്ടി ഇപ്പോൾ എടുക്കുന്ന നിലപാട്. അതുകൊണ്ടാണ് റിയാസുമായി ബന്ധമുള്ള രാഷ്ട്രീയ ബന്ധമുള്ള P നിഖിലിനെ പോലുള്ള CPIMന്റെ കോഴിക്കോട് ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗത്തെ മാത്രമല്ല ഒരു തലത്തിലും പണമിടപാട് നടത്തുന്ന വ്യവസായ തരത്തിലുള്ള അല്ലെങ്കിൽ അടുത്ത ബന്ധമുള്ള ആളുകളല്ലാത്ത കോളേജിലും മറ്റും കൂടെ പഠിച്ച സുഹൃത്തുക്കളെ കൂടി ചോദ്യം ചെയ്യലിന് ED വിധേയമാക്കുന്നത് ഇതിന്റെ ഭാഗമായിട്ടാണ് എന്നതാണ് പാർട്ടിയുടെ വിലയിരുത്തൽ. അപ്പോഴും നേരത്തെ ശരൺ പറഞ്ഞതുപോലെ ED ഇന്നലെ ഇറക്കിയ വാർത്താക്കുറിപ്പ് കുറെ ഡോക്യുമെന്റ് കിട്ടിയിട്ടുണ്ട്, സിം കാർഡ് കിട്ടിയിട്ടുണ്ട്, ഡയറിയിൽ നിന്ന് വിവരങ്ങൾ കിട്ടിയിട്ടുണ്ട് എന്നതൊക്കെ ആധികാരികമായി അത് ഞങ്ങളുടെ കയ്യിലുണ്ട് എന്ന ഒരു തരത്തിലാണ് ആ വാർത്താക്കുറിപ്പ് വായിക്കുമ്പോൾ മനസ്സിലാകുന്നത്. അതുകൊണ്ട് തന്നെ രാഷ്ട്രീയ പ്രതിരോധം തീർക്കാൻ തീരുമാനിക്കുമ്പോഴും ചെറിയൊരു ആശങ്ക CPIMന് ഇക്കാര്യത്തിലുണ്ട്. എന്താണ് EDയുടെ തുടർ നീക്കങ്ങൾ? അവരുടെ പ്രോസസ്സിന്റെ അങ്ങേയറ്റത്തേക്ക് വരെ അടുത്ത ദിവസങ്ങളിൽ പോകുമോ എന്നൊരാശങ്ക EDയുടെ ഭാഗത്തുണ്ടാകുമോ എന്നൊരു പേടി CPIMനുണ്ട്. അപ്പോഴും രാഷ്ട്രീയമായ വേട്ട എന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുകയായിരിക്കും പാർട്ടി ചെയ്യുക. വളരെ പ്രധാനപ്പെട്ട വിവരമാണ്. ഇതിൽ ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം, ഇന്നലെ ED പുറത്തിറക്കിയ പ്രസ് റിലീസിൽ പറയുന്നത്, അതിന്റെ അവസാനത്തെ പാരഗ്രാഫിൽ പറയുന്ന ഒരു ഭാഗം ഇങ്ങനെയാണ്: ഡ്യൂറിംഗ് ദ സെർച്ച് ഓപ്പറേഷൻസ് സെവറൽ ഡിജിറ്റൽ ഡിവൈസസ് വെയർ സീസ്ഡ് ആൻഡ് സ്റ്റേറ്റ്മെന്റ്സ് ആർ റെക്കോർഡഡ്. അത് കോഴിക്കോട് 9 ഇടങ്ങളിൽ നടന്ന സെർച്ചിനെ കുറിച്ചാണ്. എവിഡൻസസ് റിലേറ്റിംഗ് ടു ട്രാൻസ്ഫർ ഓഫ് മണി യൂസിംഗ് ഹവാല ചാനൽസ് ആർ ഓൾസോ ഫൗണ്ട്. അത് വീണ ടി ഏതെങ്കിലും തരത്തിൽ ഹവാല ഇടപാട് നടത്തി എന്നല്ല പറഞ്ഞിരിക്കുന്നത്. പകരം 9 ഇടങ്ങളിൽ, അതായത് റിയാസിന്റെ സുഹൃത്തുക്കളായ മറ്റ് വ്യാപാരികളുടെ, വ്യവസായികളുടെ സ്ഥാപനങ്ങളിലൊക്കെ നടത്തിയ റെയ്ഡിൽ ഹവാല ഇടപാടുകളുടെ ചില സൂചനകൾ കണ്ടെത്തി എന്നാണ്. The seizure made by ED shows that Srimati Veena was handling amount beyond her known source of income. വീണ രേഖപ്പെടുത്തിയിരിക്കുന്ന തെളിവുകൾക്കും അപ്പുറത്തേക്കുള്ള പണം വീണയുടെ അക്കൗണ്ടിൽ വന്നു പോയതായി കണ്ടെത്തി. അത് 20 കോടിയാണ് എന്നാണ് ED പ്രസ് റിലീസിൽ പറയുന്നത്. അതിനൊക്കെ ഇനി വീണയാണ് സമാധാനം പറയേണ്ടത്. നമുക്കറിയുന്നത് 2.78 കോടിയുടെ കഥയാണ്. അതിൽ 50 ലക്ഷം രൂപ ശശിധരൻ കർത്തയിൽ നിന്ന് വാങ്ങി തിരികെ കൊടുക്കാത്ത പണമാണെന്ന് തോന്നുന്നു. ബാക്കിയുള്ള പണം അവരുടെ സർവീസിന് കൊടുത്തു എന്ന് പറഞ്ഞു. ഏത് സർവീസ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം. അപ്പോൾ ഇതിനെ രാഷ്ട്രീയമായി പ്രതിരോധിക്കാൻ CPM തീരുമാനിക്കുന്നു. 3 പ്രധാനപ്പെട്ട കാര്യങ്ങൾ. ഒന്ന്, വീണ ടിക്കെതിരെ ഒരു പുതിയ കേസ് ED രജിസ്റ്റർ ചെയ്യാൻ പോകുന്നു, ഫെമ കേസ്, ഏറ്റവും പ്രധാനപ്പെട്ട വിവരം. നമ്പർ 2, റിയാസിന്റെ തെരഞ്ഞെടുപ്പ് ഫണ്ടിലേക്കും സുഹൃത്തുക്കളുടെ അക്കൗണ്ടുകളിലേക്കും ഈ അന്വേഷണം വ്യാപിപ്പിക്കുന്നു എന്നുള്ളത്. ആൻഡ് നമ്പർ 3, ഇതിനെ രാഷ്ട്രീയമായി CPM നേരിടാൻ തീരുമാനിച്ചിരിക്കുന്നു. വിശദീകരണ യോഗം മുതലക്കുളത്ത് സംഘടിപ്പിച്ചിരിക്കുന്നു 23-ാം തീയതി. ഇതാണ് നിലവിൽ EDയുമായി ബന്ധപ്പെട്ട ഏറ്റവും പുതിയ വിവരങ്ങൾ നൽകിയത് ശരണും റഹീസ് റഷീദുമാണ്. താങ്ക് യു ശരൺ, താങ്ക് യു റഹീസ് റഷീദ്.